വാസു ജയിലിൽ തന്നെ തുടരുകയാണ്. വാസുവിന് പിന്നാലെ ആര് എന്നുള്ളൊരു ചോദ്യം കുറേ ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് പത്മകുമാറിലേക്ക് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പത്മകുമാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ താമസം വന്നിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ 2-3 തവണ SIT ബന്ധപ്പെട്ടു. അദ്ദേഹം ചില ഒഴിവുകളൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ അദ്ദേഹത്തെ ചോദ്യം ചെയ്തേക്കാം എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. ഇതിനിടയിൽ SITക്ക് കൊടുത്ത സമയപരിധി ഏതാണ്ട് തീരാറായി. ഹൈക്കോടതി കൊടുത്ത സമയപരിധി തീരാറായി. ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് SIT ഹൈക്കോടതി സമീപിക്കുമെന്നും കേൾക്കുന്നുണ്ട്. ഈ സമയപരിധി നീട്ടിക്കൊടുത്തില്ല എങ്കിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ആസ്ഥാനത്താവും. അല്ല, അന്വേഷണം പൂർത്തിയാകുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നീട്ടിക്കൊടുത്താലല്ലേ ആണ്. അല്ല, നീട്ടിക്കൊടുത്തില്ലെങ്കിലുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതി പറയാണ് അന്വേഷണം നീട്ടി തരുന്നില്ല, നിങ്ങൾക്ക് തന്ന സമയം തീർന്നു എന്ന് ഹൈക്കോടതി പറയുകയാണ് എങ്കിൽ SITയുടെ പ്രവർത്തനം അവിടെ തീർന്നു. പിന്നീട് ഈ തയ്യാറാക്കിയ പ്രതികളെ വെച്ചിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ പത്മകുമാറിലേക്ക് എത്തില്ല. സ്വാഭാവികമായിട്ട് അതിൻ്റെ ലോബിയും CPM തുടങ്ങിയിട്ടുണ്ടാവാം. കാരണം എങ്ങനെയെങ്കിലും പത്മകുമാറിനെ സംരക്ഷിച്ചെടുക്കണം. വാസുവിനെ പോലെയല്ല, അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ് പത്മകുമാർ. സ്വാഭാവികമായിട്ട് അത് പാർട്ടിയിലേക്ക് അന്വേഷണം വരും. പത്മകുമാറിൽ നിന്നും പാർട്ടിയിലേക്ക് വരാനുള്ള സാധ്യത, ആ അപകടം തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നാലെ നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കും. പറഞ്ഞു നിൽക്കാനായിട്ട് ഒന്നുമില്ലാത്തൊരു സാഹചര്യം വരും. പ്രത്യേകിച്ചും ഈ ഹിന്ദുക്കളുടെ വോട്ട് ആണ് ഇവരുടെ പരാജയത്തിന് കാരണമാവുന്നതെന്ന് തിരിച്ചറിവ് CPM ഉണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ പ്രകോപിപ്പിക്കും ഹിന്ദുക്കളെ. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ എത്താനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, അതിനടയ്ക്കുക എന്നുള്ളതായിരിക്കും CPM ലക്ഷ്യം. പക്ഷെ പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുമോ എന്നൊരു സംശയമുണ്ട്. കാര്യം പത്മകുമാർ നമുക്കറിയാം, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടിക്കെതിരെയൊക്കെ നിന്ന ആളാണ്. അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തു. അതുപോലെ ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്ത് സർക്കാർ എടുത്ത തീരുമാനത്തിന് എതിരായിട്ട് നിൽക്കുകയും ചെയ്തു. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ശബരിമല ഭക്തൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത്. അതെ, അല്ല, ആ അഭിപ്രായ പ്രകടനമാണ് പത്മകുമാറിന്റെ വിനയായത്. അതോടുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചെന്താ, എൻ്റെ വീട്ടിലെ സ്ത്രീകൾ ആരും ശബരിമലയിൽ പോകില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു CPM നേതാവ് എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അയ്യപ്പൻ്റെ കടുത്ത വിശ്വാസിയാണെന്നും ദൈവങ്ങളിൽ നല്ല വിശ്വാസമുള്ള ആളാണെന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇയാളെ വെച്ചുകൊണ്ട് ഇനി ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് വാസുവിനന്ന് ബൈപ്പാസ് ചെയ്ത് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തത്. വാസു എന്ന പ്രസിഡന്റാണ്, അല്ല കമ്മീഷണറാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് ഭരണം മുഴുവൻ വാസുവിൻ്റെ കയ്യിലേക്ക് പോയി. അതായത് പിന്നെ ഇദ്ദേഹത്തെ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റി പത്മകുമാറിനെ. എന്നിട്ട് വാസുവിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ വാസു ഈ പറഞ്ഞ വളരെ ലോയലായിരുന്നു. CPMനോട്, പിണറായി വിജയനോട് ഭയങ്കര ലോയലായിട്ടുള്ള ആളാണ് വാസു. വാസു എന്ത് ചെയ്തു? അതായത് മുമ്പ് PK ഗുരുദാസൻ. പക്ഷേ ആ ലോയൽറ്റി എന്തുകൊണ്ട് ഇപ്പോൾ വാസുവിനോട് കാണിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരാം. അല്ല, സ്വാഭാവികമായിട്ട് അകത്തായി കഴിഞ്ഞാൽ പിന്നെ ആരും കാണൂലല്ലോ. പോയി അളിയാ മച്ചമ്മ എന്ന് പറഞ്ഞാൽ ചെല്ലാൻ പറ്റില്ലല്ലോ. കാരണം വെച്ചാൽ തെരഞ്ഞെടുപ്പും കൂടിയാണ്. ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും വഴിക്കൂടെ കേസെത്തി രക്ഷിക്കാൻ ശ്രമിച്ചേനെ. മാത്രമല്ല, ഹൈക്കോടതി ആണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ച ഹൈക്കോടതി നിരീക്ഷണത്തിലായതുകൊണ്ടും ഈ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. ആർക്കും തൊട്ടുകളിക്കാൻ പറ്റത്തില്ല. അത് വലിയ പ്രശ്നം ഉണ്ടാകും, സർക്കാരിന് പോലും പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവർ ഈ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സമീപനം സ്വീകരിക്കുന്നത്. ഇവിടെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് പത്മകുമാറിലേക്ക് എത്താനുള്ള ലിങ്കിനെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും CPM ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ പത്മകുമാറിന് വലിയ പ്രതിപത്തിയൊന്നും ഇല്ലാന്നുള്ള വാസ്തവം. പക്ഷേ പത്മകുമാറിൽ കൂടി പാർട്ടിയിലേക്കാണ് എത്തുക. അന്വേഷണം വേറെ വഴിക്കൂടെ പോകും. ഒന്നുമില്ല, ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണല്ലോ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് തുറച്ച അന്വേഷണം മറ്റു പല സ്ഥലങ്ങളിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട്. അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. മാത്രമല്ല, പാർട്ടി നാണക്കേടുണ്ടാക്കും. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നുണ്ട് പിണറായിക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ വാസവന് പങ്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും പങ്കുണ്ട് എങ്കിൽ അത് പുറത്തു വരേണ്ട പത്മകുമാറിൽ കൂടിയാണ്, ഇല്ലെങ്കിൽ അകത്തിറങ്ങുന്ന വാസുവിൽ കൂടിയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം വെളി വരും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പത്മകുമാറിനെ രക്ഷിക്കേണ്ടത് അവരുടെ ഒരു കടമയാണ്. അതോടൊപ്പം 2 ദിവസം മുമ്പ് അന്നത്തെ ബോർഡ് സെക്രട്ടറി എന്നൊക്കെ ജയശ്രീ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കൊടുത്തു. ചൊവ്വാഴ്ച വരെ അവർ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ അവരെ SIT അറസ്റ്റ് ചെയ്യും. അപ്പോൾ ജയശ്രീ ഇന്ന് കുറേ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. അപ്പോൾ ബോർഡ് സെക്രട്ടറിയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും, പത്മകുമാറിലേക്കും ബോർഡ് അംഗങ്ങളിലേക്കൊക്കെ പോകും.
ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാസുവിൻ്റെയും പിന്നെ പത്മകുമാറിൻ്റെ കാലത്തുള്ള ബോർഡ് അംഗങ്ങളുടെ പേര് ഇതൊരു SIT അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല. പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല തീരുമാനിക്കുക. ബോർഡ് കൂടുമ്പോൾ എന്ന് പറയാൻ 2 മെമ്പർമാരും പ്രസിഡന്റ് ഒരു ബോർഡ് കൂടുക. അതിൻ്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നത് സെക്രട്ടറിയാണ്. അപ്പോൾ ഒരു കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് പ്രസിഡന്റ് മാത്രമായി ചെയ്യാൻ കഴിയില്ല, എങ്കിൽ മറ്റൊരു സാധനം വെളിയിൽ വിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തിരുന്ന മെമ്പർമാർക്ക് ഇതിൽ പങ്കുണ്ടാകാം. ഒരൊറ്റ മെമ്പർമാർ ഇതുവരെ വെളിയിൽ വന്നില്ല, അവരെല്ലാം മാളങ്ങൾ വിളിച്ചിരിക്കുകയാണ്. SIT ഇവരെ അന്വേഷണത്തിൽ കൊണ്ടുവന്നിട്ടുമില്ല. പക്ഷേ ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്ത വാസു മൊഴി കൊടുത്തത് ബോർഡ് അംഗങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത്ര സീരിയസ് ആയിട്ട് SIT എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇവരെല്ലാം ഈ കാട്ടുകള്ളന്മാരെല്ലാം ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാണ്? ഇവരെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു. CPM-ൻ്റെ ഭരണസമിതി രണ്ടും. അപ്പോൾ CPM-ൻ്റെ ഭരണസമിതി വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമുക്കറിയാമല്ലോ, CPM ഒരിടത്ത് ഒരാളിനെ ഇരുത്തി കഴിഞ്ഞാൽ അവർ നിയന്ത്രണം മൊത്തം പാർട്ടിക്കായിരിക്കും. ഇയാൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കണം, ഏതെല്ലാം രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്ന പാർട്ടിയിൽ നിന്നാണ്. അല്ല ആരെയും സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ PSC ചെയർമാനാക്കിയ ഒരാളിനെ വെച്ചു, അയാളുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ആ പാർട്ടി ചില നിയന്ത്രണങ്ങൾ അദ്ദേഹത്തിന് മേലെ കൊണ്ടുവരും. ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഇവരിലെല്ലാം പാർട്ടിയുടെ സ്വാധീനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളുടെ മേലെ അവർക്ക് സ്വാധീനം ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിൽ അറിവ് മേളിലേക്ക് എത്തിയിട്ടുണ്ടാവാം. ആ അന്വേഷണം മേളിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് SIT രൂപീകരിച്ചിട്ടുള്ളത്. പക്ഷേ പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് ഇപ്പോഴും ഒരു അസന്ധിഗ്ധത നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, പൊളിറ്റിക്കൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ല, പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പലതും വെളിപ്പെടാൻ പോകുന്നത് അത് വമ്പന്മാരിലേക്ക് തന്നെയായിരിക്കും തീർച്ചയായിട്ടും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ദേവസ്വം മന്ത്രിയിലേക്കും വരെ പോകാവുന്നതാണ്. ഇപ്പൊ ഇവിടെ ജയശ്രീ പറയുന്നത് അവർ ശബരിമലയിലേക്ക് പോയില്ല എന്നാണ് പറയുന്നത്. പോയില്ലെങ്കിലും ഇവിടെ ഇരുന്നും ഭരണകാര്യങ്ങൾ നടത്താമല്ലോ. തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ ഇളക്കി മാറ്റാൻ വേറെ ആളിനെ വിട്ടല്ലോ, അതിന് ജയശ്രീ പോകേണ്ട കാര്യമില്ലല്ലോ. അതെ, വേറെ ആളുകൾ പോയി ഇളക്കി മാറ്റി കൊണ്ടുവന്ന് അവർ കച്ചവടം കഴിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. ഇവർക്ക് എൻ്റെ വീതം മാത്രം കിട്ടിയാൽ മതിയല്ലോ. അപ്പം ഞാൻ ശബരിമലയിൽ പോയില്ല, അതുകൊണ്ട് ഞാൻ നിരപരാധിയാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട്? ഒന്നുമില്ല. ഇതൊക്കെ എവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിരുന്ന് പിന്നെ നമ്മൾ പറയുന്ന ഈ സ്വർണ്ണപ്പാളിയും അതുപോലുള്ള മറ്റു സംഭവങ്ങൾ അടിച്ചു മാറ്റി ഇവർ വേറെയും പദ്ധതി ഇട്ടിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഈ സ്വർണം പൂശിയ മേൽക്കൂര ഇളക്കി അതിന് കേടാണ്, വെള്ളച്ചോർച്ച ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് അതിനെടുത്ത് അതിൽ പിന്നെ പതിപ്പിച്ചിരുന്ന സ്വർണ്ണം ഇളക്കി മാറ്റാൻ 30 കിലോയിലധികം സ്വർണ്ണം വിജയമല്യ ചെയ്ത് അതും അടിച്ചു മാറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഒരു പക്ഷേ ഇത് വെളിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ഓഫീസറുടെ ശ്രദ്ധയിൽ ഇത് പെടാതെ അദ്ദേഹം ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്യായിരുന്നുവെങ്കിൽ ഈ സീസൺ കഴിഞ്ഞിട്ടോ മേൽക്കൂരയും ഇവർ ഇളക്കുമായിരുന്നു. ഒരു തർക്കമില്ല. ഇതിനെല്ലാം അവർക്ക് പ്രചോദനമായത് ഞാൻ മനസ്സിലാക്കുന്നത് വിജയമല്യ ഇന്ത്യയിൽ ഇല്ലാത്തതാണ്. അതെ, അദ്ദേഹമാണല്ലോ ഇത്. അല്ല, വിജയമല്യ ഇത് ഡൊണേറ്റ് ചെയ്തെങ്കിലും അദ്ദേഹം അതത്രയൊന്ന് അതിന് പണമായിട്ടോ അല്ലെങ്കിൽ സ്വർണമായിട്ടോ കൊടുക്കുന്നു. അദ്ദേഹം ഈ പണിസ്ഥലത്ത് വന്ന് നിൽക്കുന്നില്ലല്ലോ. ഇതെല്ലാം ചെന്നൈ, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഇവിടെ സന്നിധാനത്തുമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അല്ല, അത് അദ്ദേഹത്തിന്റെ കമ്പനിയായ UB ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അതിന് സ്വാഭാവികമായിട്ടും അവരുടെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർ ചെയ്യും. അതെ. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ വിവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം ഇടപെട്ടേനെ. കാരണം ഞാൻ കൊടുത്ത സാധനം ഈ പറഞ്ഞതുപോലെ അട്ടിമറി സ്വാഭാവികമായിട്ട് ഞാൻ ഇടപെടുമല്ലോ. ഇപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ഇന്ത്യ വരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പുള്ളി ഇവിടെ വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടും. വിദേശത്ത് UK-ലാണ് പുള്ളി കഴിയുന്നത്. ഇത് ഇവർക്ക് തട്ടിപ്പിനൊരു പ്രചോദനമായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കൊടുത്ത ഭക്തൻ നാട്ടിലില്ല, നാട്ടിലോട്ട് വരികയില്ല. വന്നാൽ അയാളെ പൊക്കും. അയാൾ ഒരിക്കലും ഇതിനെ നമുക്കിതിനെ പറയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നൈസിൽ ഇതിനെ അടിച്ചു മാറ്റാം എന്നായിരിക്കും ഇവർ ചിന്തിച്ചിട്ടുണ്ടാവുക. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ അദ്ദേഹം പൈസ മുടക്കി ചെയ്ത സർവ്വ സ്വർണവും അടിച്ചു മാറ്റിയത്. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ട്രോങ് റൂമിൽ, ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ പിന്നെ തിരുവാഭരണങ്ങൾ എത്രത്തോളം അവിടെ ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ജസ്റ്റിസ് KT ശങ്കരനെ അവിടെ ഇതിൻ്റെ കണക്കുകൾ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരെയും കൂട്ടാത്തതുകൊണ്ട് ഒന്നും വെളിയിൽ പറയാത്തതുകൊണ്ട് എന്താണ് സംഭവം നമുക്കറിയില്ല. പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ക്ഷേത്രങ്ങളും, ദേവസ്വം ബോർഡ് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും വലിയ സമ്പത്തുണ്ട്. ഇതെല്ലാം ദേവസ്വം ബോർഡ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ സ്ട്രോങ് റൂമിൽ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത്. വർഷങ്ങളായിട്ട് കൈകൊണ്ട് തൊടാതെ ഇരിക്കുകയാണ്. അല്ല, ഇതിനപ്പുറമുള്ള ചില കാര്യങ്ങളുണ്ട്. ശബരിമലയിൽ ഈ ചെറിയ പൊട്ടും പൊടിയും ഒക്കെ ആയിട്ട് സ്വർണം കാണിക്കയിടും. ഇതിനൊക്കെ കണക്കുണ്ടോ?
അല്ല, പൊടി എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ വില നമുക്ക് അറിയാവുന്നതാണല്ലോ. അല്ല, പൊട്ടും പൊടി മാത്രമല്ല, ആഭരണങ്ങളായിട്ട് അവിടെ ഇടുന്നവരുണ്ട്, ആഭരണങ്ങൾ വരാറുണ്ട്, കോയിൻസ് വരാറുണ്ട്, ഇങ്ങനെ വെള്ളിയും വരാറുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, കർണാടകയിൽ നിന്ന് വരുന്ന ഭക്തർ തീർച്ചയായും സമർപ്പിക്കാറുണ്ട്. അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് അയ്യപ്പനാണ് വരുന്നത്. അവർ പണത്തിന് വലിയ സമയം എനിക്ക് തന്നെ അയ്യപ്പൻ തന്നാന്ന് കരുതിയിട്ടാണ് അവർ അവിടെ കൊണ്ട് ഈ കാണിക്കായിട്ട് ഇടുന്നത് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്നത്. പക്ഷേ കാണിക്കുന്ന സമയത്ത് ഈ ഭണ്ഡാരത്തിൽ കൂടെ വരുന്ന സംഭവങ്ങളിൽ ഇതിനെ മാറ്റും. ഈ ആഭരണങ്ങളും കറൻസിയൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ മാറ്റുന്ന ആഭരണങ്ങൾ എത്രത്തോളം താഴെ വരും എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റില്ല. കാരണം ഭണ്ഡാരത്തിന് ഒരു നോക്കാനായിട്ടൊരു ഉദ്യോഗസ്ഥനുണ്ട്, തിരുവാഭരണത്തിൻ്റെ ആളുണ്ട്. ഇവർ രണ്ടും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ പൊക്കി മാറ്റാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ വെളിയിൽ കേൾക്കുന്ന ഒരു കണക്കുണ്ടല്ലോ, ശബരി എത്ര വരുമാനമാണെന്നുള്ളത്, അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവിടുത്തെ വരുമാനം. അതിൽ നല്ലൊരു പങ്ക് ഈ പറഞ്ഞ കാട്ടുകള്ളന്മാരായ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ അടിച്ചു മാറ്റുന്നുണ്ട്. ഈ പറഞ്ഞ മെമ്പർ മുതൽ പ്രസിഡന്റ് മുതൽ ഈ താഴെയുള്ള ജീവനക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കൂട്ടായ രീതിയിൽ അവരെ അടിച്ചു മാറ്റുന്നുണ്ട്. ഇതിൽ ചില പോലീസുകാരും ഉണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നാളെ സീസൺ ആരംഭിക്കാൻ പോവാണ്. 20 വർഷമായിട്ട് അവിടെ ഡ്യൂട്ടിയിൽ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു DSP റാങ്കിലുള്ള 20 വർഷം ഡ്യൂട്ടി ചെയ്യണം. എന്തായിരിക്കും അതിന് താല്പര്യം? മാറ്റി ഇടണമെന്നാണല്ലോ. അപ്പോൾ പുള്ളിയെ ഇപ്രാവശ്യം നിയമിക്കേണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു, നേരത്തെ തന്നെ എല്ലാം ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ 20 വർഷമായിട്ട് അത് വേണ്ട, പുതിയ ആളുകൾ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ഒത്തുകളിയുണ്ട്. ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. ശരിക്കും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ആ തിരിച്ചറിവ് അടിസ്ഥാനത്തിൽ ഭക്തൻ അവൻ്റെ ആത്മസമർപ്പണമായിട്ട് സമർപ്പിക്കുന്ന കാണിക്ക അത് ഭഗവാന് കൊടുക്കുന്നതാണ്. അത് നിങ്ങളൊരു ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനം വേണ്ടി ഉപയോഗിക്കും. അല്ലാതെ ഇമാതിരിയുള്ള കാട്ടുകള്ളന്മാരത് തട്ടിക്കൊണ്ട് പോകുന്നതെന്നും തടയേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രഥമമായ ചുമതലയാണ്. അവരാണ് ഇതിൻ്റെ സംരക്ഷകർ. ഈ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രത്തിലെ മൂർത്തികളുടെയും അവിടുത്തെ വരുമാനത്തെയും തിരുവാഭരണം എല്ലാം സംരക്ഷിക്കേണ്ടവരാണ്. അതിന് പകരം കിട്ടുന്നതിനെല്ലാം അടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ നിന്നും ദേവസ്വം മാറേണ്ട സമയമായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിലൊരു ഭക്തർക്ക് ആശ്വാസകര തീരുമാനം എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.